അപ്പോൾ ഒരു വനിതാരത്നം നമ്മളോടൊപ്പം ഉണ്ട്. കൃഷ്ണ, എന്താണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഇത് പാവയ്ക്ക കുട്ടികൾ പൊതുവെ കഴിക്കാറില്ല, കയ്പ്പ് കാരണം. അപ്പോൾ ഈ കുട്ടികൾക്ക് അവരറിയാതെ പാവയ്ക്ക എങ്ങനെ കൊടുക്കാം, കാരണം പാവയ്ക്ക എന്ന് പറഞ്ഞാൽ പോഷകമായിട്ടൊരു സംഭവമാണല്ലോ, അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അത് ഈ പാവയ്ക്ക് നമ്മൾ നെയ്യിലിട്ട് പാവയ്ക്കും കുറച്ച് പഞ്ചസാര ഇട്ട് മൂപ്പിക്കും, നെയ്യിൽ മൂപ്പിക്കും. കാരണം നല്ല പാവയ്ക്ക് പഞ്ചസാര ഇടുന്ന വെച്ചാൽ കുറച്ച് ക്രിപ്സി ആവാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അത് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് പഴം, ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കാഷ്നട്ട് അരിഞ്ഞത്, അല്പം തേങ്ങ, ആവശ്യത്തിന് തേങ്ങ. നമ്മളിപ്പോൾ എത്ര എണ്ണാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചുള്ള സാധനം എടുത്താൽ മതി. ചേർത്തത് എല്ലാം കൂടി നെയ്യിലിട്ട് മൂപ്പിക്കുക. ഞാൻ പാവയ്ക്കയും ഇതും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഇത്. എന്നിട്ട് കടലമാവും മൈദാമാവും, 1 കപ്പ് മൈദാമാവാണെങ്കിൽ 1/4 കപ്പ് കടലമാവ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് നെയ്യിലിട്ട് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടുന്നത് അതുപോലെ വയ്ക്കുക. അതിൽ നിന്ന് ഉരുട്ടുക. അതിൻ്റെ ഫില്ലിങ്സ് ആണത്. ആ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. എല്ലാ രീതിയിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പം മാവിനെ നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ എടുക്കാം. ഇതിൻ്റെ പേര് ബനാന കാഷ്നട്ട് റോൾ എന്ന് പറയുള്ളൂ. നമ്മുടെ സമയം 3:35. റെഡി 4:32. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. പിന്നെ ഒരു ഹെൽത്തി ഡിഷായിട്ട് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ നെയ്യുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. മൈദയ്ക്ക് പകരം വേറെ എന്തെങ്കിലും കൂടെ ആണെങ്കിൽ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാം. ഇനി മാർക്ക് പറയാം, പറയട്ടെ? 6.5. ഹാപ്പി. വെൽക്കം ടു ജോസ്കോ വനിതാരത്നം 3. ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്റ്റീം ജഡ്ജസ് ശ്രീ മുരളി മേനൻ ആൻഡ് പ്ലീസ് വെൽക്കം മിസ് ശോഭന. ചേച്ചി, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ എപ്പിസോഡിൽ ചേച്ചിയുടെ സീക്രട്സ് ഒക്കെ ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. ചേച്ചി ഡാൻസ് ചെയ്യും. Everybody knows you dance. You act. But there is one thing you do very well. You play മൃദംഗം. ഇതും ഒരു ചെറിയ ഫിക്ഷൻ ഓഫ് ദി ഇമാജിനേഷൻ ആണ്. You don't play മൃദംഗം? No, I don't. മൈക്കിൾ ജാക്സൺ മൃദംഗം, പിന്നെ ഫ്ലൂട്ട്, പിയാനോ അതൊന്നും ഇല്ല ആക്ച്വലി. എന്നോട് I guess even I have read it somewhere. പഠിച്ചിട്ടുണ്ട്, പക്ഷെ I don't play it. കുറച്ച് ഇങ്ങനെ നമ്മൾ ഒരു ലേൺ ഡ്രോയിങ് ഒക്കെ പഠിക്കും, കുറച്ച് പാട്ടൊക്കെ പഠിക്കും, കുറച്ച് ഫ്ലൂട്ട്, അങ്ങനെ പിയാനോ, അങ്ങനത്തെ ഒരു ജസ്റ്റ് ഹോബി. അത് പറയാനുള്ള അങ്ങനെ പ്ലേ മൃദംഗം അങ്ങനെ ഒന്നുമല്ല. പഠിച്ചിട്ട് ഒരുപാട് പഠിച്ചു. പിന്നെ മാസ്റ്റർ പിന്നെ ലണ്ടനിൽ പോയി. അത് ശരി, വേറെ മാസ്റ്ററിനെ കിട്ടിയില്ല. മാസ്റ്റർ പിന്നെ അതൊരു ചെറിയ ബാഡ് എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇന്ത്യയിൽ പോലും ഇല്ല അദ്ദേഹം അല്ലേ? അങ്ങനെ ഒരു മാസ്റ്റർ എന്ന് വെച്ചാൽ യു ഹാവ് ടു കണ്ടിന്യൂ. അപ്പോൾ ആ മാസ്റ്റർ കണ്ടിന്യൂ ചെയ്തില്ല. ഓക്കെ, ജോസ്കോ വനിതാരത്നം 3 അടുത്ത കണ്ടസ്റ്റന്റ് ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം അൻസീറ ഓൺ സ്റ്റേജ്. ഞാനിപ്പോൾ ഈ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് ഡാൻസ് വിത്ത് കിഡ് ആണ്. വിജയിൻ്റെ വില്ല് എന്ന സോങ്ങിലെ നയൻതാരയും വിജയും കൂടെ ചെയ്യുന്ന ഒരു സോങ് ആണ്. അതൊരു കുട്ടിയും ഞാനും എങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഈ പെർഫോമിലൂടെ കാണാം. നിങ്ങൾ എൻ്റെ പെർഫോം കാണണം, സപ്പോർട്ട് ചെയ്യണം. കെട്ടിക്കൊണ്ട് വരികയല്ലേ? എവിടെന്നാ? ബ്രദറാണോ? അച്ഛൻ്റെ അനിയൻ്റെ മോൻ മാലിക്. അസ്സലാമു അലൈക്കും. മാലിക് ബായ്. ഇപ്പോൾ അൻസീറ, ഓൾ ദി ബെസ്റ്റ്. ഡാൻസ് വിത്ത് എ കിഡ്. Check it out. Get up, no, let's get it out. Show it my jacket, na cho. Yo, check it out, check it out. Get up, no, let's get it out. Show it my jacket, na cho. Let's go. Yeah.
ഒന്നും ചവിട്ടി കൂട്ടിയില്ല തന്നെ. ബ്രദർ ആൻഡ് സിസ്റ്റർ തമ്മിൽ അടിയായിരുന്നു ഇപ്പൊ കണ്ടത്. ആണോ? ഭയങ്കര നല്ല. ശോഭനച്ചി, മോന്റെ പേരെന്താണ്? മാലിക്. മാലിക്. മാലിക്കിന്റെ മോനാണ് മുഹസിൻ. മോഹസിൻ, ഹൗ ആർ യു? ഹായ്. സൂപ്പർ പെർഫോമൻസ്. നന്നായിരുന്നു. എല്ലാം നിങ്ങൾ എല്ലാ പോയിന്റ്സ് ഒക്കെ കീപ്പ് ചെയ്തു. നല്ല എനർജി ആയിരുന്നു. പിന്നെ എനിക്കിഷ്ടമായത് എന്തെങ്കിലും ഒന്നും ഉണ്ട്, ഒരു സ്റ്റോറി ലൈൻ ഇങ്ങനെ ഫോളോ ചെയ്യാനോ. അവൻ വന്നു പോയി, നിങ്ങളുടെ ഒരു ചെറിയ ചെറിയ ഇൻസിഡൻസ്, അനക്ഡോട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഡാൻസ് അല്ല. പിന്നെ നിങ്ങൾ നല്ല ഡാൻസറാണ്. താങ്ക് യു മാം. സോ ഇറ്റ് റൺസ് ഇൻ ദ ഫാമിലി. അവൻ്റെ ടാലൻറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ രണ്ടാളും ഈക്വലായിട്ട് യൂസ് ചെയ്തു. പക്ഷേ ഈക്വൽ ആയിപ്പോയത് നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് ആണ്. അവൻ കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ നിങ്ങളെല്ലാം മറന്നു. പിന്നെ മറക്കണത് മാത്രമല്ല, എല്ലാവർക്കും അറിയുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു പോയി. റിഹേഴ്സൽസ്, മെമ്മറി ഇതൊക്കെ പോയി. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല മാർക്സ് യു കുഡ് ഹവ് ഗോട്ട്. അതെല്ലാം റിഹേഴ്സൽ അവനെ ജസ്റ്റ് യു കുഡ് ഹവ് ഫോളോഡ്. പിന്നെ കോർഡിനേഷനൊക്കെ പോയി എൻ്റെ കൂടെ. പക്ഷേ എനിവേ ഇറ്റ്സ് ഗ്രേറ്റ് ഷോ. താങ്ക് യു മാം. മുരളിയേട്ടാ, നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ശോഭന മാം വളരെ വൃത്തിയായിട്ട് അതിൻ്റെ പോരായ്മകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല ചോയ്സ് ഓഫ് കിഡ്. കല്ലക്കി മോനെ, കല്ലക്കി കണ്ടോ? അവൻ്റെ ചില മൂവ്മെൻറ്റ്സും ചില പിന്നെ തലകീഴായി നിൽക്കലും എന്തുവാ ഇത്. ഇടയ്ക്കൊരു വിളിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ മ്യൂസിക് സെലക്ഷനും അതിനകത്തുള്ള ഡ്രാമയും ഒക്കെ വളരെ ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ഡ്രാമയും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായി. ഓക്കെ, ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.